വേറെ കൂടിയുണ്ട് അവിടെ. ഇത് വേണ്ട, അത് 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 അതെ സെറ്റപ്പ്. ഇതാ പറയുന്നേ, പേരക്കുട്ടി നന്നായ കണ്ണാടി വേണ്ട. അങ്ങനല്ല, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാ. അത് പണ്ട്, ഇപ്പൊ ഇങ്ങനെ. അപ്പൂപ്പായ്, നീ എവിടെ ആയിരുന്നു? ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്നു. അപ്പൂപ്പ. ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട് അടി ഫ്രണ്ട്. പിന്നെ വേറെയും ചില പരിപാടി ഉണ്ടായിരുന്നു അപ്പൂപ്പ, അതെല്ലാം കൂടെ അങ്ങനെ പോയി. ചുറ്റി തിരിഞ്ഞ് നടന്നു. അപ്പൂപ്പാ, കിഷനോടെ പോയെന്ന് എനിക്കറിയാം. അപ്പൂപ്പ പിന്നെ അപ്പൂപ്പനെ ഈ മുടിയും മീശയൊക്കെ ഒന്ന് ഡൈ അടിച്ചാ സൂപ്പർ ആയിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാനായിട്ടാ? അപ്പൂപ്പ ഏജ് കുറച്ചേ പറയുള്ളൂ, ഏജ് അറിയില്ല. കുറച്ചിട്ട് ആരെ കളിപ്പിക്കാനായിട്ടാ? അല്ല അങ്ങനല്ല, ചുമ്മാ നമുക്ക് നിക്കുമ്പോ അപ്പൂപ്പ ഞാൻ കടവരെ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടാ. എവിടെ പോണ്? കടവരെ ഒന്ന് പോയിട്ട് വരട്ടെടാ. ജംഗ്ഷൻ വരെ, കട വരെ. ആ ശരി. ചങ്കരപ്പൂപ്പനെ, അപ്പൂപ്പ ചങ്കരപ്പൂപ്പൻ ജംഗ്ഷൻ വരെ പോണെന്ന്. അല്ല, പോകുന്ന വഴിക്ക് അവിടെ ബാസ്യങ്കളുടെ വീട് കാണും, അവിടെയും കൂടെ കേറിയിട്ട് വേണേ പോവാൻ. ആവശ്യമില്ല പറയല്ലേ, ഞാൻ എന്റെ വീട്ടിലൊന്നും പോണൊന്നുമില്ല. പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും വരാം, എനിക്കും പുറത്തോട്ടൊന്ന് പോണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. പക്ഷെ ഞാൻ ഇപ്പോഴൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ട. அச்சா, என்ன பண்றீங்க? மீச செட் பண்றீங்களா? அதே போல. ഇതെന്തോന്നു പണ്ട് അങ്ങനെ കാണണം. മീശയൊക്കെ 2 സ്റ്റാർ വിരുത്തി വച്ച് തലമുടിയൊക്കെ അങ്ങ് ചെയ്, ഒരു വരക്കം വരും. കോട്ടൂർ സോമനെ പോലെ ഇരിക്കണം. കോട്ടൂർ സോമന? അതാരപ്പൂപ്പാ? പഴയതൊരു സിനിമ നടനെ. പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ആന. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലുക്കൊന്നും നിങ്ങൾക്ക് ഇല്ല. നിനക്ക് മീശ ഉണ്ടാണ് വേണ്ട മകെ. തമ്മിണ്ണൻ്റെ നിന്റെ മീശ ഒരു സാരം തന്നെയല്ല. ഇപ്പൊ ഇതൊക്കെ എന്തായാലും ഉള്ളത്, ഇച്ചയില്ല, അടിയില്ല. அச்சா, எதுக்கு அச்சா இப்படி கொம்ப மீச வைக்கிறீங்க? ഈ മീശ ഇങ്ങനെ പിരിച്ചു വെക്കുന്നതാ അതിന്റെ ഒരു ഗമ. ஆனா உங்களை பார்த்தா ஒரு வில்லன் மாதிரி தெரியுறீங்க. ആധാരമില്ല, വില്ലനായിട്ടൊക്കെ ഇരുന്നാ മതി. ஒரு நிமிஷம் மாறு, தள்ளு தள்ளு. அச்சா, நான் செட் பண்ணி கொடுக்கவா? நீயா? ஊர்ல என்னோட அப்பாக்கு நான் தான் மீசையெல்லாம் செட் பண்ணி கொடுப்பேன். நான் நல்லா செட் பண்ணுவேன். செட் பண்ணி சூழ்ச்சி வேணும். லைட் இல்ல, கொஞ்சம் இப்படி நில்லுங்க. ஆமா. அப்பா சூப்பரா இருக்கு. സൂപ്പർ സ്റ്റാർ മാതിരി തെരിയറീങ്ക. നോക്കട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്തിനാ എന്തുവാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? இப்பதான் நல்லா இருக்கு. என்ன நல்லது? இதானோ? ஆமா, ரொம்ப அழகா இருக்கு. ഞാൻ ഇനി ആളുകളെ ഓർത്ത് നോക്കും. സാരദേ, ഭവാനിയേ, അണ്ണനെ വെട്ടി ഓടിവാ. അണ്ണനെ വെട്ടി. അമ്മൂമ്മേ, യോ എന്തുവാ 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 കിടന്ന് വിളിച്ചു വന്നേ? അണ്ണനെ വെട്ടി. വെട്ടിയോ? ആര് ആര് വെട്ടി? കാണിച്ചോട്. കാണിച്ചോട് അങ്ങോട്ട്. മാറ്റി മാറ്റി ചെയ്ത് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട്. ഇടഞ്ഞ കൊമ്പന്റെ കൊമ്പ് വെട്ടി. നന്നായി. കുറച്ച് കാലമായിട്ട് ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു ഇതൊന്ന് വെട്ടണോന്ന്. മാധവൻ തമ്പി ഇപ്പൊ മാധവൻ തുമ്പിയായി. എന്തൊക്കെ പറഞ്ഞാലും ആ കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു രാജകലയായിരുന്നു. ഓടിയോടുന്നു. ഇതാ നല്ലത്.
ഇത് മതി ഇത് മതി. அச்சா இதுதான் ரொம்ப அழகா இருக்கு. சூப்பர். ആണോ? சத்தியமா. ആണോ സരിത? നന്നായിരിക്കുന്നു, ഇത് മതി. അതെ ഭവാനി, കൊള്ളാം, നല്ലതാ. ശരിയല്ലേ മോളെ? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. കൊള്ളത്തില്ലേ ഇത്? സൂപ്പർ. അതാനേ എനിക്കിത് കാണാൻ വയ്യേ, ഞാൻ ജംഗ്ഷനിൽ പോണം. നീ പോടാ, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ ഒക്കുമ്പോ ഒക്കുന്ന പോലെ പറയുന്നവനാ. അല്ല ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. அதுதான் நான் சொன்னேன் சூப்பரா இருக்குன்னு. ഏതായാലും എന്റെ മോളുടെ ആഗ്രഹം നടക്കട്ടെ. മോളാ? പിന്നല്ലാതെ എനിക്ക് മക്കളുണ്ടോ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.